electric charges and fields. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പാർട്ട് 1. ഇലക്ട്രോമാഗ്നറ്റിസം ഒരു പുതിയ വേർഡാണ് ഇലക്ട്രോമാഗ്നറ്റിസം. ഈ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ്, ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും രണ്ട് ഇലക്ട്രോ ഡൈനാമിക്സ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജസ് അറ്റ് റെസ്റ്റ്, ചാർജിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ചാർജസ് റെസ്റ്റിലായിരിക്കുമ്പം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമുക്കറിയാം Coulomb's law, ഗോസസ് ലോ, പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ്, കപ്പാസിറ്റൻസ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ്. ദെൻ ഇലക്ട്രോ ഡൈനാമിക്സിൽ ചാർജസ് ഇൻ മോഷൻ, ഈ ചാർജസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു പാർട്ടല്ല, ഫിസിക്സിൻ്റെ ഒരു ശാഖയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രിക് കറണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ്, ചാർജസിനെ കുറിച്ച് പഠിക്കുകയാണ്. സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഫിസിക്സിൻ്റെ ശാസ്ത്രശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇനി നമ്മൾ ആദ്യം ചാർജ് എന്താണെന്ന് പഠിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് ചാർജ്. എന്താണ് ചാർജ്? ചാർജ് ഈസ് ദ intrinsic property of matter. Charge is the intrinsic property of matter. ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് ക്യൂ. SI യൂണിറ്റ് ഓഫ് ചാർജ്, ചാർജിൻ്റെ SI യൂണിറ്റാണ് കൂളും. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ദെൻ രണ്ട് തരത്തിലുള്ള ചാർജസ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഇതിൽ ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ചാർജസ് ഏതൊക്കെയാണ്? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ അൺലൈക്ക് ചാർജസ് ഏതൊക്കെയാണ്? പ്ലസും മൈനസും. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ചാർജിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഒരു ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഇൻട്രൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ, ദാറ്റ് ഈസ് ചാർജ്. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് ക്യൂ. SI യൂണിറ്റ് ഓഫ് ചാർജ് ഏതാണ്? SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളും. റെപ്രസെൻ്റ് ചെയ്യുന്നത് C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. രണ്ട് തരത്തിലുള്ള ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. 2 types of charges are there, positive and negative. Here like charges എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ചാർജസ്, പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ്.
ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്തു പോകും, റിപ്പൽ ഈച്ച് അതർ. ആൻഡ് അൺലൈക്ക് ചാർജസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അട്രാക്റ്റ് ഈച്ച് അതർ. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ചാർജിനെ കുറിച്ചുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനി നെക്സ്റ്റ് basic properties of charges. ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. ഇതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. 3 പ്രോപ്പർട്ടിയാണുള്ളത്. രണ്ടാമത്തേത് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്. മൂന്നാമത്തേത് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. 3 പ്രോപ്പർട്ടീസാണുള്ളത്. ഏതൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് ചാർജസ്, ക്വാണ്ടിസേഷൻ ഓഫ് ചാർജസ്, തേർഡ് വൺ ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. നമ്മൾ ആദ്യം കൺസർവേഷൻ ഓഫ് ചാർജസ് എന്താണെന്ന് നോക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ചാർജസ് ക്യാൻ neither be created nor be destroyed but can only be transferred. ചാർജസിനെ നശിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ സാധ്യമല്ല. എന്തുമാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒൺലി ബി ട്രാൻസ്ഫേർഡ്. കൈമാറ്റം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഫസ്റ്റ് വൺ. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് ചാർജസിന് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്: ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ഒൺലി ബി ട്രാൻസ്ഫേർഡ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്: ദ ടോട്ടൽ ചാർജ് of an isolated system is constant. Total charge of an isolated system is constant. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൺസർവേഷൻ ഓഫ് ചാർജസിൽ 2 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഒന്ന്, ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഈ എവിടെയൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഫിസിക്സിൽ ഈ കൺസർവേഷൻ ഓഫ് ചാർജസ് ഒക്കെ എവിടെ കാണപ്പെടുന്നു? പ്രത്യേകിച്ചും കാണപ്പെടുന്നത് ന്യൂക്ലിയർ ഫിസിക്സിലാണ്. ഫിസിക്സിൻ്റെ ഒരു അനദർ ബ്രാഞ്ചാണ്. ന്യൂക്ലിയർ ഫിസിക്സിലാണ് ഈ കൺസർവേഷൻ ഓഫ് ചാർജ് കാണപ്പെടുന്നത്. അതായത് പെയർ പ്രൊഡക്ഷൻ, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പെയർ പ്രൊഡക്ഷൻ, അതായത് ഗാമാറേ ക്രിയേഷൻ, അതായത് പോസിട്രോണും ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഗാമാറേ ഉണ്ടാകുന്ന പ്രവർത്തനം. ദെൻ നെക്സ്റ്റ് അനിഹിലേഷൻ ഓഫ് മാറ്റർ ആണല്ലോ. ദെൻ പോസിട്രോൺ പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് ഗാമ. ദെൻ തേർഡ് വൺ, റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് യുറേനിയം ടു തോറിയം. അതായത് യുറേനിയം 92 തോറിയം 90 ആയി മാറി ഒരു ആൽഫ പാർട്ടിക്കിളിനെയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ
എന്ത് റേഡിയോ ആക്റ്റീവ് ഡീകെ നടക്കുന്ന ആ പ്രവർത്തനത്തിൽ കൺസർവേഷൻ ഓഫ് ചാർജ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫിസിക്സിലാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കാണപ്പെടുന്നത്. അടുത്തത് ഇതിനെ സംബന്ധിച്ച് പറയാവുന്ന ഒരു പ്രോബ്ലം കൂടെ പറയാം. കൺസിഡർ 2 സിസ്റ്റംസ്. 2 സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ഐസൊലേറ്റഡ് സിസ്റ്റംസ് ആണ് 2 സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് എ, സെക്കൻഡ് വൺ ഈസ് ബി. 2 സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ 3 ചാർജ് ഉണ്ട്. +3 കുളും ചാർജ് ഉണ്ട്, +1 കുളും ചാർജ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് -2 കുളും ചാർജ് ഉണ്ട്. ഇത് ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ്, എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ദെൻ അനദർ സിസ്റ്റം ഉണ്ട് ബി. ഈ സിസ്റ്റത്തിൽ 3 ചാർജ് ഉണ്ട്. ഒന്നിൻ്റെ അകത്ത് +2 കുളും, രണ്ടാമത്തേൻ്റെ അകത്ത് +3 കുളും, ദെൻ മൂന്നാമത്തെ ഒരു ചാർജും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ആൻസർ പറയണം? അതായത് 2 സിസ്റ്റം ഉണ്ട്, എ ആൻഡ് ബി. 2 സിസ്റ്റംസ് ആർ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുള്ള പ്രോപ്പർട്ടി എന്താണ്? ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 സിസ്റ്റത്തിൻ്റെയും ചാർജസ് എന്തായിരിക്കും? ഐസൊലേറ്റഡ് ആണ്, അപ്പം കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? Q1 + Q2 + Q3 ഈസ് ഈക്വൽ ടു Q1 ഡാഷ് + Q2 ഡാഷ് + Q3 ഡാഷ്. ഇതാണ് Q1, Q2, Q3. ഇത് Q1 ഡാഷ്, Q2 ഡാഷ്, Q3 ഡാഷ്. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് Q3 ഡാഷ് കണ്ടുപിടിക്കാമല്ലോ. Q1ൻ്റെ വാല്യൂ എത്രയാണ്? 3C. ദെൻ Q2ൻ്റെ വാല്യൂ 1 കുളും, ദെൻ Q3 -2C ഈക്വൽ ടു Q1 ഡാഷ് എത്രയാണ്? 2 കുളും + Q2 ഡാഷ് 3 കുളും + Q3 ഡാഷ് എനിക്ക് കണ്ടുപിടിക്കണം. എത്രയാണ്? 4 കുളും -2 കുളും ഈസ് ഈക്വൽ ടു 5 കുളും + Q3 ഡാഷ്. ഹിയർ എത്രയാ? 2 കുളും ഈസ് ഈക്വൽ ടു 5 കുളും + Q3 ഡാഷ്. ദെൻ അടുത്തത് 2C - 5C ഈക്വൽ ടു Q3 ഡാഷ്. ദെൻ Q3 ഡാഷ് ഈസ് ഈക്വൽ ടു -3 കുളും. Therefore, value of Q3 dash is equal to -3 കുളും. ഇവിടെ എത്ര ആൻസർ വരും? -3 കുളും. ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുകയാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ക്വാണ്ടൈസേഷൻ മീൻസ് അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട്. അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് ആണ് ക്വാണ്ടൈസേഷൻ. ഇനി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണെന്ന് പറഞ്ഞാൽ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് മീൻസ് the smallest charge exists independently is charge on one electron. The smallest charge exists independently is charge on 1 electron. 1 ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1 ഇലക്ട്രോൺ ഈക്വൽ ടു 1.6 × 10⁻⁻19 കുളും. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ചാർജ്. അതായത് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് ആണ്. നമുക്കറിയാം ദ സ്മോളസ്റ്റ് ചാർജ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ. അതായത് ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണോ അതാണ് ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ചാർജായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജ്.
അത് 1 ഇലക്ട്രോണിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ചാർജ്. ആ ചാർജിൻ്റെ വാല്യൂ ആണ് 1.6 ഇൻറ്റു 10⁻⁻19 കുളും. അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ചാർജായിട്ട് കണക്കാക്കുന്നത്. ഫണ്ടമെൻ്റൽ ചാർജായിട്ട് കണക്കാക്കുന്നത്. സ്മോളസ്റ്റ് ചാർജ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 കുളുംബാണ്. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ചാർജ്. ഇനി അടുത്ത നമ്മൾ പറയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണെന്ന് നോക്കുകയാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ്. ഇതാണ് ഫണ്ടമെൻ്റൽ ചാർജ്. അതായത് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ചാർജ്. അതിൻ്റെ വാല്യൂ ആണ് 1.6 ഇൻറ്റു 10⁻⁻19 കുളും. ഈ ചാർജസ് എല്ലാം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആരുടെ? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ്. അതായത് ഒന്നെങ്കിൽ 1 ഇലക്ട്രോൺ, ഒന്നെങ്കിൽ +1 ആയിരിക്കും 1 ഇലക്ട്രോൺ, അല്ലെങ്കിൽ +2 ഇലക്ട്രോൺ, +3 ഇലക്ട്രോൺ, അല്ലെങ്കിൽ -1 ഇലക്ട്രോൺ, -2 ഇലക്ട്രോൺ, -3 ഇലക്ട്രോൺ എക്സെട്ര. അങ്ങനെ എവിടം വരെയാകാം? +n ഇലക്ട്രോൺ ആകാം, -n ഇലക്ട്രോൺ വരെയാകാം. നേരെ മറിച്ച് 2.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 5.6 ഇലക്ട്രോൺ ഇങ്ങനെയൊന്നും ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചാർജസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എന്തിൻ്റെ? ഫണ്ടമെൻ്റൽ ചാർജ്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ്. ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് ചാർജ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ചാർജാണ് ഫണ്ടമെൻ്റൽ ചാർജ്. ആ ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഫണ്ടമെൻ്റൽ ചാർജ്. ഇതിൻ്റെ വാല്യൂ ആണ് 1.6 ഇൻറ്റു 10⁻⁻19 കുളും. ഈ ഫണ്ടമെൻ്റൽ ചാർജ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയായിട്ടായിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇൻ്റഗ്രൽ മീൻസ് 1, 2, 3 ഇങ്ങനെ നമ്പറുകളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ പോയിൻ്റ് ഇട്ട 1.1, 2.3 ഇങ്ങനെ പറയുന്ന പോയിൻ്റുള്ള സംഖ്യകളായിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ചാർജ്. അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എന്തിൻ്റെ? ഫണ്ടമെൻ്റൽ ചാർജ്. ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇലക്ട്രോണിലുള്ള ചാർജാണ് ഫണ്ടമെൻ്റൽ ഇലക്ട്രോൺ. ഇനി ഞാൻ അതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനെ ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു +or-n. This is the quantization of charge. എങ്ങനെയാണ്? എപ്പോഴും ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു +1 ഇലക്ട്രോൺ, +2 ഇലക്ട്രോൺ, +3 ഇലക്ട്രോൺ ഇങ്ങനെ റെപ്രസെൻ്റ്, അങ്ങനെ n ഇലക്ട്രോൺ വരെയാകാം. അതുപോലെ -1 ഇലക്ട്രോൺ, -2 ഇലക്ട്രോൺ, -3 ഇലക്ട്രോൺ എക്സെട്ര -n ഇലക്ട്രോൺ ആണല്ലോ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് +or-n e എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ചാർജാണ്. ദെൻ വെയർ ക്യാപിറ്റൽ Q ഈസ് ചാർജ് ഓൺ എനി ബോഡി. ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൽ ഒരു വസ്തുവിലുള്ള ചാർജാണ്. ദെൻ E എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ചാർജ്. ഫണ്ടമെൻ്റൽ ചാർജ് മീൻസ് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കുളും. This is the quantization of electric charges. Quantization of electric charges means
Charges always exist in integral multiples of fundamental charge. This fundamental charge means fundamental charge is the independently existing charge on one electron. This fundamental charge, the value of fundamental charge is charge exists on one electron. This value is 1.6 into 10 raised to minus 19 Coulomb. Then quantization of electric charge in the basic equation idana capital Q is equal to plus or minus NE. Plus Q എന്ന് പറയുന്നത് ചാർജ് ഓൺ എനി ബോഡിയാണ്. n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അതാണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇൻറ്റീജർ വാല്യൂ 1 2 3 അതിനെയാണ് നമ്മൾ ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അതിൻ്റെ വാല്യൂ 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 Coulomb. ഇത് തറവായിട്ട് പഠിക്കണം. 1 ഇലക്ട്രോണിൻ്റെ വാല്യൂ ഇപ്പം തന്നെ പഠിക്കുക. 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 Coulomb. ദിസ് ഈസ് അബൌട്ട് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണിത്. ഇനി അടുത്തത് ഇതിനെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം. ക്യാൻ എ ചാർജ് ഓഫ് 8 into 10 raised to minus 18 Coulomb be given to a body? അതായത് 8 into 10 raised to minus 18 Coulomb ചാർജ് ഒരു ബോഡിയിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യാം? ഇതിനെ ഉപയോഗിക്കേണ്ടത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജാണ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? Q ഈസ് ഈക്വൽ ടു NE ആണല്ലോ. ഈ Q എന്ന് പറയുന്നത് ചാർജ് ഓൺ ബോഡി. E എന്ന് പറയുന്നത് എത്രയാണ്? Q തന്നിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 Coulomb. E എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ചാർജാണ്. ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അത് 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 Coulomb. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. N ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ബൈ E ആണല്ലോ. 8 into 10 raised to minus 18 Coulomb divided by 1.6 into minus 19 Coulomb. That is equal to 8 into 10 raised to minus 18 Coulomb divided by 0.16 into 10 raised to minus 18 Coulomb. ഇതും കൂടെ കട്ട് ചെയ്ത് പോകും. ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 1/0.02. That is equal to 50. This 50 is integer value ആണല്ലോ. That means can a charge of 8 into 10 raised to minus 18 Coulomb be given to a body? അതായത് എനിക്ക് എന്നിന് കിട്ടിയ വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതുകൊണ്ട് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണമെന്നാണ് ക്വാണ്ടൈസേഷൻ റൂള് പറയുന്നത്. അപ്പം എന്നിൻ്റെ വാല്യൂ എനിക്ക് ഇൻറ്റീജർ വാല്യൂ കിട്ടിയാൽ എനിക്ക് ഇത്രയും ചാർജസ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ യെസ് ഓർ നോ എന്നുള്ളതിൻ്റെ ആൻസർ ഏതാണ്? യെസ്. ക്യാൻ എ ചാർജ് ഓഫ് 8 into 10 raised to minus 18 Coulomb be given to a body? നമുക്ക് ഇൻറ്റീജർ വാല്യൂ കിട്ടിയത് കൊണ്ട് ഇത്രയും ചാർജസ് ആ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടിയാണ് തേർഡ് പ്രോപ്പർട്ടി ഓഫ് ചാർജ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അതായത് ചാർജസിനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് n charges. If a system contains n charges, ഏതൊക്കെയാണ്? Q1, Q2, Q3, etc. Qn charges ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ്, ദ ടോട്ടൽ ചാർജ് ഓൺ ദ സിസ്റ്റം ഈസ് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു addition Q1 plus Q2 plus Q3 plus Q4 plus etc. plus Qn. This is the additivity property of charges അല്ലെങ്കിൽ additivity of charges. If a system contains n charges, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്
Q1, Q2, Q3 ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ആഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് ചാർജസ്. അപ്പോൾ നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് പഠിച്ചു, 3 എണ്ണം പഠിച്ചു. ഫസ്റ്റ് കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ്. 2 ഡെഫിനേഷൻ ഉണ്ട്. ഫസ്റ്റ് ഡെഫിനേഷൻ അത്. സെക്കൻഡ് ഡെഫിനേഷൻ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ചാർജസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ്. ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണിലുള്ള ചാർജാണ്. ദ സ്മോളസ്റ്റ് ചാർജ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റലി ഈസ് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 Coulomb ആണ്. ദെൻ തേർഡ് പ്രോപ്പർട്ടിയാണ് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് n ചാർജസ് Q1, Q2, Q3 ആൻഡ് Qn എക്സെട്ര Qn, then total charge on the system is Q is equal to Q1 plus Q2 plus Q3 plus എക്സെട്ര പ്ലസ് Q1. എത്ര ചാർജസ് ഉണ്ടോ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുക, അല്ലെ അതിൻ്റെ അഡീഷൻ നടത്തി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം നമ്മൾ പഠിക്കുകയാണ്. ഇനി മെത്തേഡ്സ് ഓഫ് ചാർജിങ്. എങ്ങനെയൊക്കെ നമ്മൾ വസ്തുക്കളെ ചാർജ് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് ചാർജിങ് 3 തരത്തിലുണ്ട്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, then charging by induction, third is charging by friction. 3 തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. നമ്മൾ ആദ്യത്തേത് പഠിക്കുകയാണ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ. മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ ഞാനിപ്പം എക്സസ് ഇലക്ട്രോൺസ് ഉള്ള എക്സസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ്, അതായത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റൽ ഞാൻ എടുത്തിരിക്കുകയാണ്. ഈ മെറ്റലിൻ്റെ അടുത്ത് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു മെറ്റൽ, ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ മെറ്റൽ, അതായത് ഒരു എക്സസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു മെറ്റലും ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു മെറ്റലും കൂടെ ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒരു മെത്തേഡാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒരു മെത്തേഡാണ്. ഇതിനെ തമ്മിൽ ഞാൻ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പം ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇതിലേക്ക് മൂവ് ചെയ്യും, അതായത് ഇങ്ങനെയായി മാറും. കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലെ ചാർജസ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ള ഒരു മെറ്റൽ അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ അടുത്തുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസ് അല്ല ന്യൂട്രൽ മെറ്റലിലേക്ക് അൺചാർജ്ഡ് ആയിട്ടിരിക്കുന്ന ആ മെറ്റലിലേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി നടത്തുമ്പം ഈ രണ്ട് മെറ്റൽസിനും ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് കണ്ടക്ടറിനും പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷേപ്പ്, സൈസ്
മെറ്റീരിയൽ. ഈ 3 കാര്യങ്ങളും മെറ്റീരിയൽ ഓഫ് ബോത്ത് കണ്ടക്ടർ ഓർ മാറ്റർ. ബോത്ത് കണ്ടക്ടർ ഈസ് സെയിം. ഷേപ്പ്, സൈസ്, മെറ്റീരിയൽ. ഈ കണ്ടക്ടർ ഉണ്ടായിരിക്കുന്ന മെറ്റീരിയലും സൈസും ഷേപ്പും എല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിലെ ഫസ്റ്റ് വണ്ണാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇതിൽ ഒരു കണ്ടക്ടർ ഇതാണ്. അത് എക്സസ് ആയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എന്ന് പറയാം, അല്ലെ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ള ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടർ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ ചാർജസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 ചാർജസും ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും നെഗറ്റീവായി മാറും. നെഗറ്റീവായി മാറിക്കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? രണ്ടും റിപ്പിൾ ചെയ്യും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഈ രണ്ട് കണ്ടക്ടറും എന്തായി മാറും? നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറായിട്ട് മാറും. ഇനി ഇതിനെ എനിക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറായിട്ട് മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഈ ന്യൂട്രലായിട്ടിരിക്കുന്ന ഈ കണ്ടക്ടറിൻ്റെ അടുത്തിലേക്ക് ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചാൽ മതി. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ വെച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് Q ചാർജസ് ഉണ്ട്. ഇതിനെ ഞാൻ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടറുമായിട്ട് ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന 2 എണ്ണത്തിൻ്റെ അകത്തും ഈ 2 കണ്ടക്ടറിലും ചാർജസ് എങ്ങനെയായി മാറും? Q/2ഉം Q/2 ആയി മാറും. അതായത് ഇതിൻ്റെ അകത്ത് Q ചാർജസ് ഉണ്ട്, ഇത് ന്യൂട്രലാണ്. ഇത് രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ടക്ഷൻ നടക്കും. കണ്ടക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചാർജസ് മൂവ് ചെയ്യും. ചാർജസ് ഇതിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞ് രണ്ടിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടായിട്ട് മാറും. ദിസ് മെത്തേഡാണ്, ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് രണ്ടാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഒരു മെറ്റൽ സ്ഫിയർ ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിനെ ഞാനൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചേക്കാണ്. ഇതെന്ന് പറയുന്നത് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു കണ്ടക്ടറാണ്, അല്ലെങ്കിൽ മെറ്റൽ സ്ഫിയർ ആണ് വിചാരിക്കും. ഇതിനെ ഞാൻ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചേക്കാണ്. ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ ഇവിടെ അടുത്ത് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു കണ്ടക്ടർ, ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരികയാണ്. ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ന്യൂട്രലായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡ് ഇവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് പുറത്ത് വരും. ഈ ഇലക്ട്രോൺസ് പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹോൾസൊക്കെ ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ പോസിറ്റീവിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇലക്ട്രോൺസ് വരും ആണല്ലോ. ഇങ്ങനെ നെഗറ്റീവ് ഈ സൈഡിലേക്കും പോസിറ്റീവ് ആ സൈഡിലേക്കും മാറുമ്പം ആ മെറ്റീരിയലിന് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് പോളറൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ ഈ പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇവിടെ വരും, നെഗറ്റീവ് ഇവിടെ വരും. ഇനി എനിക്കിതിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ചാർജിങ് ബൈ ഇൻഡക്ഷൻ വഴി എനിക്ക് ഇതിനെ ഈ മെറ്റൽ സ്ഫിയറിനെ ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറായിട്ട് മാറ്റണം. അതിനുവേണ്ടി ഞാൻ അടുത്ത് ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെയാണ്. ഈ ഗ്ലാസ് റോഡ് ഇവിടെ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് അന്നേരം ഗ്ലാസ് റോഡ് ഇങ്ങനെ വെക്കുമ്പം എനിക്ക് ഈ സൈഡിൽ നെഗറ്റീവും ഉണ്ടായിരിക്കും, ഈ സൈഡിൽ പോസിറ്റീവാണ്. എനിക്ക് ഇതിനെ ഒരു നെഗറ്റീവ് ചാർജായിട്ട് മാറ്റണമെങ്കിൽ, നെഗറ്റീവ് ചാർജായിട്ടുള്ള ഒരു സ്ഫിയറായിട്ട് മാറ്റണമെങ്കിൽ എനിക്ക് ഈ പോസിറ്റീവ് ചാർജിനെ എടുത്ത് കളയണം. ഈ പോസിറ്റീവ് ചാർജിനെ എടുത്ത് കളയാൻ വേണ്ടി ഞാനിവിടെ എർത്തിങ് കൊടുക്കുകയാണ്. എർത്തെന്ന് പറഞ്ഞാൽ
ഈ എർത്ത് എന്ന് പറഞ്ഞാൽ ഓഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ഒരു മഹാസമുദ്രമാണ് ഈ എർത്തിങ്. ഈ എർത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ എർത്തിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജിനെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പം ഈ ഇലക്ട്രോൺസും പോസിറ്റീവായിട്ടുള്ള ഈ പോസിറ്റീവും ഇലക്ട്രോൺസും തമ്മിൽ എന്തായി മാറും? ന്യൂട്രലായിട്ട് മാറും. ദെൻ ഈ ഇലക്ട്രോൺസും പോസിറ്റീവും തമ്മിൽ ന്യൂട്രലായിട്ട് മാറിക്കഴിയും ആണല്ലോ. ദെൻ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് മാത്രമേ വരുള്ളൂ? നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. ഈ നെഗറ്റീവ് മാത്രം വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഈ പോസിറ്റീവ് ഇതും തമ്മിൽ ന്യൂട്രലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്ത് ചെയ്യണം? ഈ എർത്തിനെ റിമൂവ് ചെയ്യണം. എർത്തിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ മെറ്റൽ സ്ഫിയർ എങ്ങനെ കിട്ടും? ഇതിവിടെ പോസിറ്റീവ് ഉണ്ട്. മെറ്റൽ സ്ഫിയർ എന്ത് കിട്ടും? ഈ മെറ്റൽ സ്ഫിയറിൽ എനിക്ക് നെഗറ്റീവ് മാത്രം കിട്ടും ആണല്ലോ. ഈ എർത്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെറ്റൽ സ്ഫിയറിൽ എനിക്ക് ഇലക്ട്രോൺസ് മാത്രമായിട്ട് കിട്ടും. അതിനുശേഷം ഈ ഗ്ലാസ് റോഡിനെയും കൂടെ ഞാൻ റിമൂവ് ചെയ്യാണ്. ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്യും. ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെറ്റൽ സ്ഫിയറിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് ചാർജിങ് ബൈ ഇൻഡക്ഷൻ വഴി ഒരു ന്യൂട്രലായിട്ടിരുന്ന ഒരു മെറ്റൽ സ്ഫിയറിനെ എനിക്ക് എങ്ങനെയാക്കി മാറ്റാൻ പറ്റും? നെഗറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറാക്കി മാറ്റാൻ പറ്റും. ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. ദിസ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നോടെ ഞാൻ പറയാം, ഒരു തവണ കൂടെ പറയാം. ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു കണ്ടക്ടർ, ഒരു മെറ്റൽ സ്ഫിയർ. ആ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് ഞാനൊരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്നു. ആ ഗ്ലാസ് റോഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് റോഡാണ്. ഈ ഗ്ലാസ് റോഡ് ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയാണ് വരുന്നത്? കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് വരും. കോവാലൻ്റ് ബോണ്ട് ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു സാധനം ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്രലാകുന്ന എങ്ങനെയാണ്? പോസിറ്റീവും നെഗറ്റീവും കൂടെ കമ്പൈൻഡ് ആയിട്ടിരുന്നപ്പോഴാണ് അത് ന്യൂട്രലായിട്ടിരിക്കുന്നത്. ആ ന്യൂട്രലായിട്ടിരിക്കുന്നത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആകും, നെഗറ്റീവ്. ആ നെഗറ്റീവ് എല്ലാം ഈ ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് വരും. മറ്റുള്ളതെല്ലാം അപ്പറേ സൈഡിലേക്ക്, നെക്സ്റ്റ് അടുത്ത സൈഡിലേക്ക്, എതിരുള്ള സൈഡിലേക്ക് മാറിപ്പോകും പോസിറ്റീവല്ല. ഇതെന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് പോളറൈസേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് എന്ന് പറയാം, പോളറൈസേഷൻ പ്രോപ്പർട്ടി എന്ന് പറയും. ഇതിങ്ങനെ പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് ആക്കേണ്ടത് ഈ മെറ്റൽ സ്ഫിയറിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കിയാണ് മാറ്റേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പോസിറ്റീവിന് ചാർജിനെ അവിടുന്ന് മാറ്റിക്കളയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു എർത്ത് കൊടുത്തു കഴിഞ്ഞപ്പം എർത്ത് എന്ന് പറയുന്നത് അത് ഓഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ കൂമ്പാരമാണ്. ഇലക്ട്രോൺസിൻ്റെ കൂമ്പാരമാകുമ്പോൾ ഞാനിവിടെ എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഈ പോസിറ്റീവുമായിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂട്രലായി പോകും. സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് മാത്രമേ കാണുള്ളൂ? ഇലക്ട്രോൺസ് മാത്രമേ കാണുള്ളൂ ഈ സൈഡിൽ. ഈ ഗ്ലാസ് റോഡും കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഗ്ലാസ് റോഡ് റിമൂവ് ചെയ്യും. ഗ്ലാസ് റോഡ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറായിട്ട് മാറും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് ഞാൻ പറയുന്നത് ഒറ്റ മെറ്റൽ സ്ഫിയറിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇനി ഞാൻ ഈ ന്യൂട്രലായിട്ടിരിക്കുന്ന, അതായത് ഈ ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു മെറ്റൽ സ്ഫിയറിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്ത് രണ്ട് സ്ഫിയർ കോണ്ടാക്റ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ അടുത്തൊരു എക്സാമ്പിൾ. രണ്ട് തരത്തിൽ ചെയ്യാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ആദ്യത്തേത് പറഞ്ഞത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി, സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഈ ഇപ്പം പറയാൻ തുടങ്ങുന്ന ആ മെത്തേഡാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ്റെ അകത്ത് കിടക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് മെറ്റൽ സ്ഫിയർ ആണല്ലോ. അതിനെ ഞാൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചേക്കാം. നമുക്കതിന് പേര് കൊടുക്കാം എയും ബിയും. രണ്ട് മെറ്റൽ സ്ഫിയർ A and B which is placed in insulating stand. ഇത് ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ, രണ്ടും അടുത്തടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക്
ഈ മെറ്റൽ സ്പിയറിൻ്റെ അടുത്തേക്ക് ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് കാണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈഡിൽ എന്ത് വരും? ഫ്രീ ഇലക്ട്രോൺസും ഈ സൈഡിൽ പോസിറ്റീവ്ലി ചാർജസും വരും ആണല്ലോ. ഇങ്ങനെ ഇത് ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിലിരിക്കും. അല്ലെങ്കിൽ പോളറൈസേഷൻ പ്രോപ്പർട്ടി കാരണം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി കാരണം ഇങ്ങനെ നെഗറ്റീവ്സ് എല്ലാം ഇവിടെയും വരും, പോസിറ്റീവ് എല്ലാം ഇവിടെയും വരും. ദെൻ ഈ ഗ്ലാസ് റോഡ് ഇവിടെ ഇരിക്കെ തന്നെ പതുക്കെ നമ്മൾ ആദ്യത്തെ മെറ്റൽ സ്പിയറിനെയും രണ്ടാമത്തെ മെറ്റൽ സ്പിയറിനെയും കൂടെ പതുക്കെ റിമൂവ് ചെയ്യുക, സ്ലൈറ്റ്ലി മൂവ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് പ്ലസ്സും ഇതിൻ്റെ അകത്ത് മൈനസും ഇതിൻ്റെ അകത്ത് പ്ലസ്സും വരും ആണല്ലോ. ദെൻ ഇങ്ങനെ നമുക്ക് പ്ലസ്സും മൈനസും കിട്ടി. ഇങ്ങനെ സ്ലൈറ്റ്ലി മൂവ് ചെയ്തു, ഇതിൻ്റെ അകത്ത് പ്ലസ്സും മൈനസും ആയി മാറി. അതിനുശേഷം ഈ ഗ്ലാസ് റോഡിനെ അങ്ങ് റിമൂവ് ചെയ്യുക. ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്യുമ്പം ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും മാത്രമായിട്ട് കിട്ടും. ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലാസ് റോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്പിയറിനെ അങ്ങ് ഗ്ലാസ് റോഡ് വെച്ച് ആദ്യം നമ്മൾ ഈ ഗ്ലാസ് റോഡ് വെച്ച് തന്നെ ഈ എയെയും ബിയെയും സ്ലൈറ്റായിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും മാത്രമായി മാറി. അതിനുശേഷം ഈ ഗ്ലാസ് റോഡ് അങ്ങ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെറ്റൽ സ്ഫിയറിനെ നന്നായിട്ടങ്ങ് മാറ്റുക, നല്ല ഡിസ്റ്റൻസ് ദൂരത്തിലേക്ക് മാറ്റുക. അന്നത്തേക്കും ആ സമയത്ത് ഈ മെറ്റൽ സ്ഫിയർ എയിൽ നെഗറ്റീവ്ലി ചാർജസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ ബി ആണ്, മെറ്റൽ സ്ഫിയർ ബിയിൽ പോസിറ്റീവ് ചാർജസും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദിസ് മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് മെറ്റൽ സ്ഫിയറിനെ എങ്ങനെ നമുക്ക് ഇൻഡക്ഷൻ നടത്താം. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മെറ്റൽ സ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞ് അത് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയുള്ള എളുപ്പ മെത്തേഡ്, എർത്തിങ് കൊടുത്ത് ഉള്ളത്. ഇത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ആൻസർ പറഞ്ഞുതരാം.